നമ്മുടെ ഉണ്ണിക്കോട്ടൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡാൻസ് കാണാനായിട്ട് എന്നെയും ഋതുവിനെയും സോജി പ്രത്യേകം വിളിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ടൈം ആകുമ്പോൾ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഋതുമോൾക്ക് സീറ്റിലിരുന്നിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഋതുമോൾ എണീറ്റ് നിന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു കുറച്ചുകൂടെ അടുത്ത് ചെന്ന് കാണാനായിട്ട്. അപ്പം ഞങ്ങൾ കുറച്ചുകൂടി അടുത്തേക്ക് വന്ന് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം പരിപാടി കണ്ട് ഞാൻ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞാൻ അങ്ങോട്ട് എൻ്റെ മൈൻഡൊക്കെ അവിടെ നിന്ന് അങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നൊസ്റ്റു അടിച്ചു ശരിക്കും. ഞാൻ എൻ്റെ പണ്ടത്തെ സ്കൂൾ ലൈഫൊക്കെ ഒന്ന് ഭയങ്കരമായിട്ട് മെമ്മറൈസ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ടൊക്കെ ഇതുപോലെ സ്കൂളിലൊക്കെ ആനുവൽ ഡേ വരുമ്പോൾ വിത്തൗട്ട് പെർമിഷനാണ് അമ്മ ഡാൻസിന് ജോയിൻ ചെയ്തോളാൻ പറയാറില്ലായിരുന്നു കേട്ടോ. അമ്മ ചോദിക്കില്ല, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അമ്മ ആനുവൽ ഡേയുടെ അന്ന് ഹാഫ് ഡേ ഒക്കെ എടുത്തിട്ട് ലീവ് എടുത്തിട്ട് വരും. ബാക്കി പാരൻസ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് അങ്ങനെയായിരുന്നു കേട്ടോ. അമ്മ വർക്കിംഗ് ആയിരുന്നു. അപ്പം അമ്മ ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് വരും. പിന്നെ നമ്മൾ ഈ മേക്കപ്പ് ഒക്കെ ഇട്ട് ഇങ്ങനെ വരാന്തയിലൊക്കെ നടക്കും. നീ ശരിക്കും അതൊക്കെ ഭയങ്കരമായിട്ട് മെമ്മറി ഫുള്ള് എനിക്ക് ഇന്നലെ ഫുൾ അതായിരുന്നു. കുറച്ച് സമയം ഞാൻ ഡാൻസ് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ മെല്ലെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ആ ഡാൻസ് കംപ്ലീറ്റ് ഞങ്ങൾ കണ്ടു. പിന്നെ അധികം കാണാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. വേറെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, അത് കാണാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങാൻ കേട്ടോ. അമ്മ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങൾ പച്ചക്കറി കടയിലൊക്കെ കയറി അത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനി അടുത്ത പരിപാടി ഋതുവിനെ ഒറ്റയ്ക്കാക്കിയിട്ട് മുങ്ങാന്നുള്ളതാണ് കേട്ടോ. അച്ഛൻ തമിഴനാന്ന് പറഞ്ഞ് കളിയാക്കുന്നു ഗൈസ്, വിവേചനം കാണിക്കുന്നു ഗൈസ്. ഇത് ഞാൻ അവിടെ വെച്ച് പൊറപ്പിക്കില്ല ഗൈസ്. ഇത് ഇവിടെ പിന്നെ നിനക്ക് നമ്മളറിയില്ല, നീ നമ്മൾ പറയാറില്ലേ? അങ്ങനെ ഒരു 40% ചാർജുള്ള വണ്ടിയും കൊണ്ട് ഇറങ്ങിയതാണ്ട് ഞങ്ങൾ. ഏതോ ഒരു ഗുദാമിൻ്റെ ഉള്ളിലാണ് ഈ പരിപാടിയുള്ള അമ്പലം. അതായത് മറ്റേ വീരനാട്യം പോലത്തെ എന്ന സംഭവമായിരുന്നു. അത് കാണാൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഋതുവിന് അമ്മയുടെ അടുത്താക്കി കൊടുത്തിട്ടുണ്ട്. ഋതു കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ അതിൽ നിന്ന് ഈ സെറ്റ് എസ്കേപ്പ് ആയതായിരുന്നു. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തായിരുന്നില്ല, വേറെ സ്ഥലമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷൻ മാറിപ്പോയി. പക്ഷേ ഇനി അന്വേഷിച്ച് പിടിച്ചെത്താൻ വണ്ടി ചിലപ്പോൾ ഞങ്ങൾ തള്ളേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം കണ്ടു. അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മാംഗോ ബാർ കഴിക്കണം തോന്നി. അങ്ങനെ ഞാനൊരു മാംഗോ ബാർ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ചേട്ടന് വേണ്ടാന്ന്. പിന്നെ എനിക്ക് പിന്നെ അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞാൻ തന്നെ വാങ്ങി, ഞാൻ തന്നെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ചാർജ് തീരാറായി വണ്ടിയും കൊണ്ട് വീട്ടിലേക്ക് പോവാണ് ഗായ്സ്.